നമുക്ക് ട്രോള് വരുന്നതോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ട്രോൾസ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. എനിക്കും ഒരു വലിയ ശതമാനം വരെയും ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഹറാസ്മെന്റ് എന്നുള്ള രീതിയിലോ ഒരു അബ്യൂസീവ് രീതിയിലോ അത് മാറുമ്പോഴാണ് നമ്മളെ അത് ആരെയും അഫക്റ്റ് ചെയ്യുമല്ലോ. നമുക്ക് ഞാനൊരു വ്യക്തി മാത്രമല്ല, എനിക്കൊരു കുടുംബമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, ഇവരെല്ലാം അത് അഫക്റ്റ് ചെയ്യും ഇവഞ്ച്വലി. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അതിന് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. ബട്ട് ഇറ്റ് സ്റ്റിൽ അതേ രീതിയിൽ തന്നെ അത്രയും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചും കൂടി ഒരു പോസിറ്റീവായിട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളെയും കാണാൻ കഴിയുമെങ്കിൽ ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ബോഡി ഷെയ്മിങ് കമന്റ്സും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമന്റ്സ് കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു റിപ്ലൈ കൊടുത്തേക്കാം എങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. അതെന്റെ എൻ്റെ ബിഹേവിയറിൽ ഇല്ല. അപ്പം ഒരാൾക്ക് റിപ്ലൈ കൊടുത്തു എന്നതുകൊണ്ട് അങ്ങനെയുള്ള കമന്റുകൾ അവിടെ അവസാനിക്കുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. അത് ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പം അവരിങ്ങനെ മോഹം ഇല്ലാത്ത, നമുക്ക് ഐഡന്റിറ്റി ഇല്ലാത്ത, ആരാന്നറിയാത്ത ആളുകൾ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് ചെയ്യുന്നതായിരിക്കാം. അതിൽ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനോ സന്തോഷവും കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ എന്തും പറയാം, നിങ്ങളുടെ കണ്ണു കൊള്ളില്ല, നിങ്ങളുടെ മൂക്ക് കൊള്ളില്ല, അല്ലേ, ഏത് രീതിയിൽ നിങ്ങളുടെ നിറം പോരാ എന്നൊക്കെ നമുക്ക് പറയാം. ഈ വ്യക്തി ചിലപ്പം അതൊരു എത്രയോ ആളുകളിൽ നിന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. അയാളുടെ ജീവിതം മുഴുവൻ അയാളെ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു റിമാർക്കായിരിക്കാം ചിലപ്പം പറയുന്നത്. പക്ഷെ ആ പറയുന്ന ആൾ അത് അയ്യോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന രീതിയിൽ, ഒരു തമാശയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ എടുത്താൽ പോരെ എന്ന് പറയും. അതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് അത് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന, മാനസികമായി അവരെ തകർക്കുന്ന ഒരു വേദനയായിട്ട് എന്നും എല്ലാ കാലത്തും നിലനിൽക്കും. അവർ കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടപ്പെടും. ആ ഒരു വേർഡ് കൊണ്ട്, നമ്മൾ പറയുന്നത് ചെറിയ വാക്കുകൊണ്ട് പോലും അതിൻ്റെയൊക്കെ ആവശ്യം നമുക്കുണ്ടോ എന്നൊന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. വാക്കുകൾക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലായിടത്തും വലിച്ചുവാരി യൂസ് ചെയ്യേണ്ട കാര്യമല്ല. ഈ ഇനാഗുറേഷൻ എന്നുള്ളൊരു സംഭവം ഹണി റോസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഹണി റോസ് എന്ന് പറഞ്ഞൊരു പേഴ്സണെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഇനാഗുറേഷൻസ് ചെയ്യാനായിട്ട് വരുന്നു. അതിൽ ചില ആളുകളെങ്കിലും സ്വന്തം ബോഡി മനഃപൂർവ്വം പ്രൊജക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു പേഴ്സണൽ കാര്യമല്ലേ, എനിക്കതിനെ എങ്ങനെ കമന്റ് പറയാൻ പറ്റും? ഇപ്പം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാനല്ലേ വഴിയുള്ളൂ. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ട് പ്രൂഫോ എവിഡൻസോ ഒന്നും ഇല്ലല്ലോ. അത് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ആംഗിളിന്റെ പ്രശ്നമായിരിക്കാം, എന്തുമായിരിക്കാം. അപ്പൊ നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതൊരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. അപ്പൊ അതിലൊരു ക്ലാരിറ്റി വരുമല്ലോ, ആ പ്രശ്നം അവിടെ തീർന്നല്ലോ. ഈ ആംഗിൾസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ചില ആളുകളൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ പോലും ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ പറയാം എൻ്റെ ഈ സൈഡാണ് നല്ലത്, എൻ്റെ ഈ സൈഡാണ് നല്ലത്. അപ്പൊ അങ്ങനെ വരെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു സദസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് പല ആംഗിളിൽ നിന്ന്, ടോപ്പ് ആംഗിളിൽ നിന്ന്, ഭയങ്കര ലോ ആംഗിളിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അത് ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്തായാലും കണ്ണാടിയുടെ മുമ്പിൽ നോക്കി എനിക്ക് പേഴ്സണൽ കംഫർട്ട് എന്നുള്ള ഒരു സാധനമുണ്ട് എന്ത് വസ്ത്രം ധരിക്കുമ്പോഴും. അത് ഉറപ്പാക്കിയിട്ടായിരിക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും നമ്മൾ ആ ഫംഗ്ഷന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് എടുക്കുന്നു എന്ന് പോലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. കാരണം നമ്മൾ ആ ഒരു ഗസ്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ചെല്ലുന്നതാണ്. മിക്കവാറും ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ ക്യാമറ അവിടെ നിൽക്കുന്നത് പോലും നമ്മൾ ഫോൺ അവിടെ ഉണ്ടാവുന്നത് പോലും നമ്മൾ അറിയണം എന്നില്ല. അപ്പം ആംഗിള് അവര് ഡെഫിനറ്റ്ലി ഇതിന് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു റവന്യൂ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വീഡിയോസ് ഇങ്ങനെ വൈറൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ മാന്യമായി വന്ന് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, അങ്ങനെ എപ്പോഴും മീൻസ് നമ്മളെല്ലാവരും ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോശം മാത്രമാണ് പറയാറ് ആംഗിൾസിന്റെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ലതായിട്ട് വീഡിയോ എടുത്ത് നല്ല വീഡിയോ സ്ഥിരമായിട്ട് ഫോട്ടോകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടുമാണ് ആ ഒരു കാര്യം. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം
ഈ മോശം നമ്മൾ പറയുന്ന മോശം ചെയ്യുന്നിടത്ത് നമ്മൾ മോശം പറയുന്നു എന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നല്ലത് കാണുമ്പോൾ നല്ലതും പറയണമല്ലോ. സോ എക്സാക്ട്ലി ഇത് രണ്ടും ഉണ്ട് അവിടെ. ജോയിച്ചേട്ടാ നെല്ലിയാമ്പതി നല്ലോണം എക്സ്പ്ലോർ ചെയ്തോ നിങ്ങള്? അതിനുള്ള ഭാഗ്യം ചോദിച്ചിട്ട് കിട്ടിയില്ല. ഇല്ല 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 എനിക്ക് കൊല്ലംകോടായിരുന്നു. അത് കൊല്ലംകോടും അടിപൊളി നല്ല കൊല്ലംകോട് ബ്യൂട്ടിഫുൾ പ്ലേസ്. അയ്യോ എന്ത് രസമാണ്. ആൻഡ് അത് മാത്രല്ല, കൊല്ലംകോട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ നമ്മള് കേട്ടേക്കുന്ന പ്രേത കഥകള് സ്പ്രെഡ് ചെയ്യുന്നതാണോ? ഒരു ആൽമരം ഉണ്ടാവും, അങ്ങനെ അത് ഒത്തിരി പണ്ട് കേട്ടേക്കുന്ന കഥകളൊക്കെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഉത്ഭവിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും അത് വിശ്വസിക്കുകയും നല്ല ഭംഗിയുള്ള വീടുകളും നല്ല ഭംഗിയുള്ള വീടുകള്. രാത്രി ഒരു 10-10:30 ചന്തുവിന്റെ കൂടെ നമ്മൾ തിരിച്ചു നിങ്ങളൊരു റൂമിലൊരു പ്രശ്നമില്ലായിരുന്നോ? അവിടെ ഒരു പ്രേതം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് ആളുടെ അനുവാദമില്ലാണ്ട് പറയാൻ പറ്റില്ല. മോശം. അങ്ങനെയാണ്. പ്രേതത്തിന്റെ പ്രേതത്തിന്റെ അനുവാദമല്ല, പ്രേതത്തിനെ കണ്ട ആളുടെ അനുവാദമില്ലാണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ. നമ്മുടെ സെറ്റിൽ ഉണ്ടായിരുന്ന ആളാ. അതെ, ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനാണ് ആ റൂമിൽ കിടക്കുക. അതായത് ഞങ്ങളുടെ ഹോട്ടലിൽ അതായത് ഞങ്ങൾ പല ഹോട്ടലുകളിൽ താമസമുണ്ട്. അതിലൊരു ഹോട്ടല്, പേര് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പേര് പറയുന്നില്ല. ആ ഹോട്ടലില് ഒരു റൂമില് ഭയങ്കരമായ പ്രേതശല്യം എന്ന് വെച്ചാൽ പാലക്കാട് പാലക്കാട് പ്രേതശല്യം. അപ്പൊ ഈ റൂമിൽ ആരും കിടക്കാൻ തയ്യാറാവുന്നില്ല. ബൈച്ചേട്ടൻ ആദ്യം കിടന്നു. ബൈച്ചേട്ടന് പിന്നെ പേടി തോന്നി. ബൈച്ചേട്ടൻ റൂം മാറണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ റൂം ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു, ഞാനെന്ന് അവിടെ കിടന്നോളാം. റൂമാ. ഞാൻ 10 ദിവസം നിന്ന റൂമാ അത്. അവിടെയാണ് ഇവര് എന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ എടുത്ത് പറഞ്ഞു, ഈ റൂം ആരും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ റൂമിലേക്ക് തന്നെ വന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ഹോട്ടലിന്റെ സൈഡില് മറ്റേ മരപ്പെട്ടി പോവും. അപ്പൊ അതിന്റെ രാത്രി ശബ്ദം, ഭയങ്കര ശബ്ദം, അത് ശരിക്കും ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ജനലിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോ നമുക്കൊരു പേടി വരും. ഒരു പെട്ടെന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നുന്നതാണ്. പിന്നെ എല്ലാ ഹോസ്റ്റലിലും കാണുമല്ലോ ഈ മറ്റേ ഇല്ലാത്ത പ്രേതത്തിനെ കഥ ഉണ്ടാക്കുന്ന ഒരാള്. അതിന് മെയിൻ ആളാണ് ചന്തു. ഇല്ല, ഞാൻ ആ റൂമിൽ കിടന്നതാ. ഇല്ലല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10 ദിവസം നിന്നു. അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നിട്ട് നിന്നു. ജോയിച്ചേട്ടൻ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ സൗണ്ട് കേട്ടു രാത്രി, ഇങ്ങനെ കിടക്കിട സൗണ്ടുകളൊക്കെ കേട്ടു. പിന്നെ അതൊക്കെ പിന്നെ റൂം മാറി. പ്രേതങ്ങൾക്ക് നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല. പ്രേതം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളില്ലെന്ന് ചിന്തിക്കുന്നത്, ഇനി ഉണ്ടെന്ന് വിചാരിക്കുക. പ്രേതങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല, പേടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ പേടിക്കാൻ തയ്യാറല്ലെങ്കിലോ പ്രേതം ഇതായി പോകത്തുള്ളൂ. എന്ന് പറയുന്നത് നമ്മള് പേടിച്ചില്ല, സൗണ്ട് കേട്ടു. ഈ പ്രേതമാണോ മരപ്പെട്ടിയാണോ എന്ന് അറിയത്തില്ല. രസമായിരുന്നു. ഇനി ആ റൂമിൽ നിൽക്കുവോ? അല്ല, കുഴപ്പമില്ല. ഞാൻ ആ റൂമിലും കിടക്കുമായിരുന്നു. ആരും എടുക്കുന്നില്ല എന്നാ ഞാനവിടെ കിടന്നോളാം, ഞാനവിടെ കിടക്കുമായിരുന്നു. ഈ കസിൻസ് ഒക്കെ ഒരുമിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മെയിൻലി എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരാൾ, ആ ഒരാളാണോ ഈ ഒരാൾ? എനിക്ക് ഒരു പ്രാവശ്യം ഓർമ്മയുള്ളത്, ഈ പ്രേതക്കഥ ഇങ്ങനെ വന്നു തുടങ്ങിയുള്ളൂ. മൊത്തത്തില് എല്ലാവർക്കും അറിയില്ലെങ്കിലും ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ട്, ഹോട്ടലിൽ പ്രേതമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനും ചന്തുവും തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. കാറിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ചന്തുവിനോട്, നീ അറിഞ്ഞാ അങ്ങനെ ഒരു സാധനം? അപ്പഴത്തേക്കും ചന്തു വേറെ എവിടെ നിൽക്കോ കേട്ട് എന്തൊക്കെയൊക്കെയോ പ്രേതകഥകളൊക്കെ കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞ് എനിക്ക് മൊത്തത്തിൽ അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്കിപ്പോ മനസ്സിലായി. പിന്നെ ചന്തു കുറച്ച് നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് കഥ പറഞ്ഞത്.